വർഗീയ പരാമർശവുമായി വീണ്ടും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഇരു മുന്നണികളും അതിരുവിട്ട മുസ്ലിം പ്രീണനം നടത്തുന്നു. തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് ക്രൈസ്തവരുടെ വോട്ടുകൊണ്ടാണ്. തിണ്ണമിടുക്ക് കാട്ടി ഭയപ്പെടുത്താൻ നോക്കിയാൽ കീഴടങ്ങില്ലെന്നും രക്തസാക്ഷിയാകാനും മടിയില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. മുന്നണികൾ തെറ്റുതിരുത്തുന്നില്ലെങ്കിൽ ഹൈന്ദവരും ക്രൈസ്തവ പാതയിലേക്ക് പോകുമെന്നും SNDP യോഗം മുഖമാസികയായ യോഗനാഥത്തിലെ മുഖപ്രസംഗത്തിൽ വെള്ളാപ്പള്ളി പറഞ്ഞു. സർക്കാരും ഇടതുപക്ഷവും മുസ്ലിം പ്രീണനം നടത്തുന്ന ആരോപണം സമർത്ഥിക്കാൻ വെള്ളാപ്പള്ളി രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് യോഗനാഥം മുഖപ്രസംഗം. ചവിട്ടി ഒതുക്കപ്പെടുന്നവർ പ്രതികരിച്ചെന്നിരിക്കും. അനുദിനം പെരുകുന്ന അന്തരങ്ങളാണ് പ്രതിഷേധങ്ങളായി വളരുന്നത്. അത് മനസ്സിലാക്കാനുള്ള വകതിരിവ് കാണിക്കാതെ വാളുമായി നേരിടാൻ ഇപ്പോഴേ ശ്രമിക്കുന്നവർ നാളെ എങ്ങനെ പ്രതികരിക്കുമെന്ന് കൂടി ആലോചിക്കണമെന്നാണ് വെള്ളാപ്പള്ളി മുന്നോട്ട് വയ്ക്കുന്ന വാദം. ഇനിയുമുണ്ട് പരിധിവിടുന്ന പരാമർശങ്ങൾ. സഹിഷ്ണുതയാണ് ഹൈന്ദവ സംസ്കാരത്തിന്റെ കാമ്പ്. വാളെടുത്ത് നീതി നടപ്പാക്കുന്നത് ഹിന്ദുക്കളുടെ രീതിയുമല്ല. രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കാനും മതം മാറ്റാനും ആരാധനാലയ ധ്വംസനങ്ങൾക്കും ഹിന്ദുമതം മുതിർന്നിട്ടില്ല. നൂറ്റാണ്ടുകൾ വൈദേശികാധിപത്യത്തിൽ കഴിഞ്ഞ് പീഡനങ്ങളുടെ കടലുകൾ താണ്ടിക്കിടന്നവരാണ് ഈ സമൂഹം. അതൊരു ബലഹീനതയായി കണ്ട് ഇനിയും ചവിട്ടിത്തേക്കാൻ മുതിരരുതെന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത്. കുമരകം ബോട്ട് ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് എന്ത് കിട്ടിയെന്നും താനൂർ ബോട്ടക്കുളത്തിൽ എന്ത് നൽകിയെന്നും ഒന്ന് വിലയിരുത്തിയാൽ മരണത്തിൽ പോലും സർക്കാരുകൾ കാണിച്ച മതദേശ വിവേചനം വ്യക്തമാണെന്നും ആരോപണമുണ്ട്. മാന്യത കൊണ്ടാണ് ഇക്കാര്യങ്ങളിൽ ഇതുവരെ മൗനം പാലിച്ചത്. ഗതികെട്ടാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത്. ഇത്തരം ഒരുപാട് കഥകളുടെ പൊതികൾ കയ്യിലുണ്ട്. അതൊക്കെ അഴിക്കാതിരിക്കുന്നതല്ലേ നല്ലതെന്നും വെള്ളാപ്പള്ളി ചോദിക്കുന്നു. അസമത്വങ്ങളെക്കുറിച്ച് ബോധ്യമാകണമെങ്കിൽ സാമൂഹ്യ സാമ്പത്തിക സർവേ നടത്തുക തന്നെ വേണം. അതിന് എല്ലാ ന്യൂനപക്ഷ സംഘടനകളെയും രാഷ്ട്രീയ കക്ഷികളെയും വെല്ലുവിളിക്കുന്നുവെന്നും വെള്ളാപ്പള്ളി മുഖപ്രസംഗത്തിൽ പറയുന്നു. റിപ്പോർട്ടർ, ആലപ്പുഴ.